ഇതും നമ്മുടെ LCM ആൻഡ് HCFനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്, HCF ഓഫ് ടു നമ്പേഴ്സ് ഈസ് 21 ആൻഡ് ദെയർ LCM ഈസ് 221 ടൈംസ് HCF. If one number lies between 200 and 300, then sum of digit of other number. ഓക്കെ, നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യനകത്ത് LCM എന്ന് പറയുന്ന HCFന്റെ ഇത്ര ടൈംസ് എന്ന് പറയുന്ന കേസ്. ഓക്കെ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുമ്പുള്ള ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, HCF വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്പേഴ്സിനെ 21x എന്നും അതുപോലെ തന്നെ 21y എന്നും എടുക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ HCFന്റെ രണ്ട് എന്തായിട്ട് എടുക്കണം, HCFന്റെ രണ്ട് പ്രോഡക്റ്റ് ആയിട്ട് എടുക്കണം. ഇനി നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യനകത്ത് LCM HCFന്റെ ഇത്ര ടൈംസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ XY, ഈ പറയുന്ന XYന്റെ പ്രോഡക്റ്റ് ആ പറഞ്ഞ അത്രയും ടൈംസ് ആയിരിക്കും. അതായത് ഇവിടെ 221 എന്നാണ് പറഞ്ഞ ആ 221 ആയിരിക്കും. ഇനി ഇതെങ്ങനെ വരുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണമല്ലോ. അതായത് നമുക്കറിയാം പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറയുന്നത് LCM ആൻഡ് HCF. HCF 21 ഓക്കെ, LCM എന്ന് വെച്ച് കഴിഞ്ഞാൽ HCFന്റെ 221 ടൈംസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇത് HCF അതിന്റെ ഇത്രയും ടൈംസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കുമ്പോൾ ഈ 21ഉം ഇവിടുത്തെ 21, ഇവിടുത്തെ 21ഉം ഇവിടുത്തെ 21ഉം വെട്ടിപ്പോകും. അതായത് XY എന്ന് പറയുന്നത് 221 എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ എടുത്ത് എഴുതണം. ഓക്കെ, നമ്മൾ SSCക്ക് പഠിക്കുന്ന എല്ലാവരും തന്നെ മിനിമം നമ്മളൊരു 20 വരെയുള്ളതിൻ്റെ ടേബിൾ അറിയണം. 20x20 അറിഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലത്. 20x20 400 എന്ന് അറിഞ്ഞിരുന്ന അത്രയും നല്ലത്. ഓക്കെ, അപ്പം നമുക്കിവിടെ രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് 221. ഓക്കെ, എനിക്ക് ടേബിൾ അറിയാവുന്ന കൊണ്ട് ഇത് 17x13 എനിക്കറിയാം. ഓക്കെ, നമ്മൾ 17ൻ്റെ ടേബിൾ എല്ലാം പഠിക്കണം. ഓക്കെ, അപ്പോൾ 17x13 എനിക്കറിയാം. XY എന്ന് വെച്ച് കഴിഞ്ഞാൽ 221, 17x13 എനിക്കറിയാം. അപ്പോൾ നമ്മുടെ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 21x17. ഓക്കെ, 21x13. ഓക്കെ, ഇതിന് വേറെ പോസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 221 എന്ന് വെച്ച് കഴിഞ്ഞാൽ 221 ഉണ്ട്, പിന്നെ 17x13 വരുന്നത്. ആ രണ്ട് പ്രൈം നമ്പർ ആയതുകൊണ്ട് വേറൊരു പോസിബിലിറ്റി നമുക്കതിന് വരത്തില്ല. ഓക്കെ, ഇതിൽ 21x13 എന്ന് പറയുമ്പോൾ 210, പിന്നെ 273 വരും. ഓക്കെ, 273 വരും. മറ്റ് 21x17 എന്ന് പറയുമ്പോൾ 17x1 21, ബാക്കി 1 ആയിട്ട് 17x2 34, 14 1 35, 357 എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ഇവിടുന്ന് തന്നെ നമുക്ക് മനസ്സിലായി ആ 200നും 300നും ഇടയിൽ കിടക്കുന്ന നമ്പർ 273 ആണ്. അപ്പോൾ ബാക്കിയുള്ളത് 357 ആണ്. 357 ആകുമ്പോൾ 3 + 5 + 7, അതായത് സം ഓഫ് ഡിജിറ്റ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത് അതർ നമ്പറിൻ്റെ. അപ്പോൾ എത്ര വരും? 5 3 8, 8 7 15 എന്ന് പറഞ്ഞ് വരും. ഇത് CGL ടയർ 2 2021 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ജസ്റ്റ് ഇത് നിങ്ങൾ നോക്കുക, ഈ ഒരു ടൈപ്പിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ,